എം മുകുന്ദൻ്റെ പപ്പു കുരുടനായ കഥ. ഒരു ദിവസം വാഴച്ചോട്ടിലിരുന്ന് 16-കാരി ഛർദ്ദിക്കുന്നത് അമ്മ കണ്ടു. എന്താ വത്സലേ, സുഖമല്ലേ മോളെ നിനക്ക്? അമ്മ അവളുടെ പുറം തടവിക്കൊടുത്തു. അവൾ പറഞ്ഞു, തല കറങ്ങുന്നേ. വത്സലയുടെ അമ്മ അവളെ താങ്ങിപ്പിടിച്ച് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. പിറ്റേ ദിവസം അവൾ ഛർദ്ദിച്ചു. അതിൻ്റെ പിറ്റേ ദിവസവും. ആരാ മൂദേവി, ആരാന്ന് വെച്ചാൽ പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. വത്സലാന്തം വിട്ടു അമ്മയുടെ മുഖത്ത് നോക്കി. മറ്റുള്ളവരുടെ മുഖത്ത് കരുതേക്കാൻ നോക്കിയാൽ ബാക്കി വെച്ചേക്കില്ല. നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ. രാവുണ്ണി നായർ ഗർജിച്ചു. രാമുണ്ണി നായരുടെ ഗർജനം കേട്ട് വത്സല അമ്പരന്നു. അച്ഛൻ്റെ ഗർജനം കേട്ട് മകൾ അമ്പരന്നു. പറയില്ലേ മീ. അമ്മയുടെ കൈ വത്സലയുടെ മുതുകിൽ വീണു. വത്സല അവളോട് കട്ടിലിൽ പോയി കമിഴ്ന്ന് കിടന്ന് നിലവിളിച്ചു. അവൾ സ്കൂളിൽ പോയില്ല, കുളിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. സ്കൂളിൽ പോയില്ല, വത്സല കുളിച്ചില്ല, വത്സല ഭക്ഷണം കഴിച്ചില്ല. പൊന്നുമോളല്ലേ, അമ്മയോട് പറ, ആരാ? അമ്മ അവളുടെ മുതുകിലും ശിരസിലും തലോടി. ആരുമല്ല. അവൾ തേങ്ങിക്കരയുന്നതിനോട് പറഞ്ഞു, എനിക്ക് ഗർഭമില്ല. അവൾ പറഞ്ഞു, എനിക്ക് ഗർഭമില്ല. വത്സല പറഞ്ഞു, എനിക്ക് ഗർഭമില്ല. രാവുണ്ണി നായരുടെ മകൾ പറഞ്ഞു. പപ്പുവിൻ്റെ അയൽപ്പക്കക്കാരി പറഞ്ഞു, പക്ഷേ അവൾക്ക് ഗർഭമുണ്ടായിരുന്നു. അവളുടെ അടിവയർ വീർത്തു വരികയായിരുന്നു. അമ്മയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, ഇല്ലമ്മ, എനിക്ക് ഗർഭമില്ല, ഞാൻ ആരുടെയും കൂടെ. വത്സല പൊട്ടിക്കരഞ്ഞു. അച്ഛനമ്മയെ അന്തം വിട്ടു നിന്നു. തന്നെ ആരും തൊട്ടിട്ട് പോലുമില്ല എന്ന് എല്ലാ ദൈവങ്ങളെയും പിടിച്ച് വത്സല ആണയിട്ടു. അച്ഛനും അമ്മയും പിടിച്ച് ആണയിട്ടു. ഇതെന്തും അറിയുമായി നാട്ടുകാർ പറഞ്ഞു. കലികാലത്ത് ഇങ്ങനെ സംഭവിക്കും.